ഇപ്പോൾ സഭാ സംഘത്തിന് പ്രതിനിധിയിൽ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ എരുമേലിയിൽ നടക്കുന്നുണ്ട്. ഇത് ഒരാളവിടെ പറയുന്ന 5 ലക്ഷം രൂപ വരെ വരുമാനം ഒരു സീസൺ കാലത്ത് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാണ് അവിടെ സംസാരം ഉണ്ടായിരിക്കുന്നത്. ഒരു ശല്യമായിട്ട് ഈ ക്ഷേത്ര പരിസരത്ത് ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. പ്രിയ ജനമുഖം TV പ്രേക്ഷക സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രസക്തമായൊരു വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനിയൻ എരുമേലി എന്ന അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത്. എരുമേലി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ കുറി തൊടുന്നതിനെ സംബന്ധിച്ച് 10 രൂപ ഈടാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഭക്തരിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിക്കുകയും ഹൈക്കോടതി അത് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റായ അനിയൻ എരുമേലിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എരുമേലിയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരിൽ നിന്നും അവർ എരുമേലി വലിയമ്പലത്തിലെ കുളിക്കടവിൽ കുളിച്ചതിന് ശേഷം കയറി വരുമ്പോൾ കുറി തൊടുന്നതിന് വേണ്ടി 10 രൂപ ഈടാക്കുന്നു എന്നുള്ളതായിരുന്നു വിവാദ വിഷയം. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു നടപടിയല്ല എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നടപ്പന്തലിൽ നടന്നു വരുന്നത്. കാലങ്ങളായിട്ട് അവിടെ കൂടിയിരിക്കുന്ന കുറേ ആളുകൾ, പണ്ടുകാലത്ത് എൻ്റെ ഓർമ്മയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നു ആദ്യം അവിടെ ഈ കുറി തൊടുവാൻ വേണ്ടി ഭസ്മവും കുങ്കുമവും അതോടൊപ്പം കളഭവും കലക്കി വെച്ച് ഒരു കണ്ണാടിയുമായിട്ട് അവിടെ ഇരുന്ന് ഈ പറയുന്ന തീർത്ഥാടകർ കുളിച്ച് കയറി വരുമ്പോൾ കുറി തൊടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നത്. ഇവർ നടപ്പന്തലിലും അതുപോലെ തന്നെ ആനക്കൊട്ടിലും അതുപോലെ തന്നെ എവിടെയൊക്കെ കുളി നടക്കുന്നുണ്ടോ അവിടെ എല്ലാം വാതിക്കൽ കൂട്ടം കൂടിയിരുന്ന ഈ തരത്തിലുള്ള കുറി തൊടിയലിന് പൈസ വാങ്ങിക്കൊണ്ടിരുന്നൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുമാനം മനസ്സിലാക്കിയപ്പോൾ ക്ഷേത്ര നടപ്പന്തലിലെ കട നടത്തുന്നവരും അതുപോലെ തന്നെ എവിടൊക്കെയാണോ അയ്യപ്പന്മാർ കുളിക്കുവാനിരിക്കുന്നത് അവിടെയെല്ലാം ഇത് കണ്ണാടിയും വെച്ച് ഈ പറയുന്ന സാധന സാമഗ്രികളെല്ലാം വെച്ചുകൊണ്ട് പൈസ ഈടാക്കുന്ന ഒരു പ്രവണത വ്യാപകമായിട്ട് എരുമേലിയിൽ കാണുവാൻ സാധിച്ചു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തിനിടയാവുകയും അതുപോലെ തന്നെ ഈ കൂട്ടം കൂടിയിരിക്കുന്ന സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവുകയും ഇതെല്ലാം പോലീസിൽ പരാതി വിടുകയും ഞങ്ങളൊക്കെ പല പ്രാവശ്യം ഇടപെട്ട് ഇവരെയെല്ലാം അവിടുന്ന് ഓടിക്കുകയും നടപ്പന്തലിൽ നിന്ന് മാറ്റുകയും ഈ അമിത പൈസ ഈടാക്കുന്നതിൻ്റെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കാലങ്ങളായിട്ട് തുടർന്ന് വരികയായിരുന്നു. അപ്പം അത് രൂക്ഷമായപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രാവശ്യം ഒരു AO ഈ ആനക്കൊട്ടിലിൻ്റെ 2 തൂണിലും വലിയ 2 കണ്ണാടികൾ സ്ഥാപിച്ച് അതിൽ ഈ പറയുന്ന കുങ്കുമവും ഭസ്മവും അതുപോലെ കളഭവും അവിടെ നിക്ഷേപിച്ച് ഇവരെ ഫ്രീ ആയിട്ട് കൂടി തൊടുവാനുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുത്തു. പക്ഷേ അത് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാത്രം കാണാനില്ല, അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾ തന്നെ എടുത്തു മാറ്റിയതാണെന്ന് പറയുന്നു. അതെന്തായാലും അവിടെ കാണാനില്ല. ആ കണ്ണാടിയുടെ ചുവട്ടിൽ ഈ പറയുന്ന ആളുകളിരുന്ന് ഭസ്മവും കുങ്കുമവും കൊടുത്ത് പൈസ ഈടാക്കുവാൻ തുടങ്ങി. ഇത് ഓരോ ഇപ്പം അന്യസംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ അവർക്ക് നിർലോഭമാണ് പൈസ കൊടുക്കുന്നത്. അവർ കണക്കൊന്നും പറയാറില്ല. ചിലപ്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ മേടിക്കും. എങ്കിൽ കൂടിയും ഇത് നിർലോഭമായിട്ട് പൈസ കിട്ടും. വളരെ വലിയ രീതിയിൽ തുകയാണ് സമ്പാദ്യമാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കാലക്രമേണ വർദ്ധിച്ചു ആദായം കണ്ടപ്പോഴത്തേക്ക് ആളുകൾ കൂടുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് പെൻഷനായ ഒരാളുടെ നേതൃത്വത്തിൽ ആളുകളെ കൂലിക്കിരുത്തി മേടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഇതങ്ങ് വ്യാപകമായിട്ട് വന്നപ്പോഴത്തേക്കാണ് ദേവസ്വം ബോർഡ് ഈ സംവിധാനം ഒരുക്കിയത്. പക്ഷേ എന്നിട്ടും ഇത് ഈ പറയുന്ന സ്ത്രീകളും അതുപോലെ തന്നെ ആളുകളുമൊക്കെ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഈ തിരുവോണ ദിവസം അവിടെ വളരെയേറെ ഭക്തജനങ്ങൾ അവിടെ ഒത്തുകൂടുകയും അതുപോലെ നാട്ടുകാരായിട്ടുള്ള വരുമ്പോൾ ഈ കണ്ണാടി 2ഉം വകഞ്ഞു വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഞാനതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ഒരു വ്യാപകമായിട്ടുള്ള ഒരു അഴിമതിയല്ല, ഒരു പണപ്പിരിവായിട്ട് മാറുന്ന കണ്ടപ്പോഴത്തേക്ക് വളരെ അരോചകമായിട്ട് അതിനെ തോന്നുകയുണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡിന് വരുമാനമാകട്ടെ എന്ന് കരുതിയായിരിക്കാം ഒരു കുറുതടിയലിന് ലേലം ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും ഇതിനെപ്പറ്റി ഒരു മുൻകൂർ ഏതെങ്കിലും ഹൈന്ദവ സംഘടനയായിട്ടോ ക്ഷേത്ര സംഘടനകളായിട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചന ഒന്നും നടത്തിയിട്ടില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവർ ഏകപക്ഷീയമായിട്ട് ഇത് ലേലത്തിന് വെക്കുകയും അതുപോലെ തന്നെ ഇത് ലേലം 30,000 രൂപ വെച്ച് ഒരു സ്റ്റാളിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിക്കുകയും
അതുപോലെ 4 സ്റ്റാളുകൾക്ക്, അതായത് 4 കരാറുകാർ ലേലം പിടിച്ചേക്കുന്ന വൻ തുകയ്ക്കാണ്. 2 ലക്ഷത്തി വൻതുകയ്ക്ക് ലേലം പിടിച്ചപ്പോഴത്തേക്കും അതിനുള്ള വരുമാനം അത്ര ഉണ്ടായിട്ടാണ് വരുമാനം. അപ്പോൾ ഇത് ഒരാളവിടെ പറയുന്ന 5 ലക്ഷം രൂപ വരെ വരുമാനം ഒരു സീസൺ കാലത്ത് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാണ് അവിടെ സംസാരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ 5 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള വേറൊരു ചിലവ് ഇതിനകത്ത് ഉണ്ടാകുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് ഈ കുങ്കുമം അടക്കമുള്ള സാധനങ്ങൾ മുഴുവൻ ഈ എന്നാണ് പറയുന്നത്, എല്ലാം കെമിക്കലാണ്. എല്ലാം കെമിക്കലാണ്. ഒരു കാരണവശാലും ഇത് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ തീർത്ഥാടകർ നെറ്റിക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഈ കൊണ്ടുവന്ന് ഈ നിരോധിക്കപ്പെട്ട പല ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഈ പേട്ടതുള്ളലിന് ഉപയോഗിക്കുന്ന ഭസ്മം തന്നെയാണ്, ഈ കുങ്കുമമാണ് ഇവിടെ തൊടാനും കൊടുക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടിത് പൊട്ടുകുത്തൽ റോഡ് ക്ഷേത്രത്തിന് വെളിയിൽ വന്നപ്പോൾ മേശാന്തിമാർക്ക് വരുമാനം കുറഞ്ഞു പോകുന്നുള്ള ആക്ഷേപമായിരുന്നു അവർക്ക്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദക്ഷിണ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് നിന്നു. അതുകൊണ്ട് ഇത് പുറത്തായപ്പോഴത്തേക്ക് ആരും പ്രതികരിക്കാനില്ലാതായി, ഇതങ്ങ് വ്യാപകമായി. അതൊരു വലിയ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഈ കുറി തൊടാനുള്ള സ്ത്രീകളെല്ലാം കൂടെ വന്നിരുന്ന് ഇങ്ങനെ ഭക്ഷണം, തീർത്ഥാടന കാലത്ത് അന്നദാനം പലയിടത്തുമുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും. ഇത് രാവും പകലും ഇല്ലാതെ ത്രൂ ഔട്ട് വരുമാന മാർഗമായി മാറുന്ന സംവിധാനം. ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറും അവിടെ തന്നെ കിടന്നു ഉറങ്ങിയും ഭക്ഷണം കഴിച്ചും ഈ സ്ത്രീകളായിട്ടുള്ളവർ അവിടെ തന്നെ സമ്പാദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു ശല്യമായിട്ട് ഈ ക്ഷേത്ര പരിസരത്ത് ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹൈക്കോടതി ഈ ഒരു നടപടി വിമർശിക്കുകയും ഒപ്പം തന്നെ അതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ സീസൺ വരുമ്പോൾ വീണ്ടും ഇത് തുടരാൻ സാധ്യതയില്ലേ? ഇപ്പോൾ ഹൈക്കോടതിയിലെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് കുത്തക ലേലമാക്കിയതിന് ശേഷം എരുമേലിലെ ചില പൊതുപ്രവർത്തകരെ ഹൈക്കോടതിയിൽ ഈ കാര്യം ഉന്നയിച്ചു പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിരീക്ഷണത്തിൽ ഇത് പൂർണ്ണമായിട്ടും അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണെന്നും ഇത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കേണ്ടതാണെന്നുള്ളൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് പ്രശംസനീയമാണ്. കാരണം ഇത് ആചാരപരമായിട്ട് ഉള്ള ഒരു സംഗതിയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. ആചാരപരമായിട്ട് ഇതിന് യാതൊരു പ്രാധാന്യമില്ല. ഇങ്ങനെ കുറി തൊടുന്നത് സത്യത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ നിന്നുമാണ് തീർത്ഥവും അതുപോലെ തന്നെ പ്രസാദവും വാങ്ങി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഈ വഴിയിൽ കുത്തിയിരുന്ന് കുറേ സ്ത്രീകൾ ഇത് കൊടുക്കുന്ന സമീപനം പ്രസാദം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ട് അതൊരിക്കലും ഒരു അനുവദനീയമല്ല. അതിനകത്ത് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്താണല്ലോ അതിൻ്റെ തെറ്റ് മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരത് വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനമുണ്ടെന്നൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഒരു പ്രസ്താവനയൊക്കെ കാണുകയുണ്ടായി. എന്തായാലും ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ പുറത്ത് ഈ പറയുന്ന രീതിയിൽ അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കിക്കൊള്ളാം. അല്ല, ഈ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രതിനിധി നിലയിൽ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ എരുമേലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറിതൊടിയിൽ മാത്രമല്ല, അയ്യപ്പ ഭക്തന്മാരെ ഈ കറുപ്പുടുപ്പ് ഉടുത്തു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് എരുമേലിയിൽ. പമ്പയിലും സന്നിധാനത്തും ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ തുകയാണ് എരുമേലിയിൽ ഈടാക്കുന്നത്, നാട്ടുംപുറമായ എരുമേലിയിൽ ഈടാക്കുന്നത്. അപ്പം അതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടത് വളരെയധികം ആവശ്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ കുറുതൊടിയിലിനെ പൈസ ഈടാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണിത്. അപ്പം അതുകൊണ്ട് എന്തായാലും ഹൈക്കോടതിയുടെ ഒരു മാർഗനിർദ്ദേശം അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനം വരട്ടെ. അതുകൊണ്ട് നിയമപരമായിട്ട് ഇനിയും ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ അവിടത്തേക്ക് അധികാരികൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവിന് വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി ഈ ഒരു കാര്യം, ഈ കുറിതൊടലിനെ സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിച്ച അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് അനിയൻ എരുമേലിക്ക് എല്ലാവിധ ആശംസകളും. നമസ്കാരം.